മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണ യോഗത്തിൽ ഇപ്പോൾ മുകേഷ് സംസാരിക്കുന്നു. അതൊരുപാട് വലിയ ചിന്തയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയൊക്കെ ഫലമാണ് നമ്മളുടെ പ്രവൃത്തി എന്നുള്ളത് ശക്തമായി വിശ്വസിക്കുന്നു. അത് സത്യവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇലക്ഷനുകൾ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലുള്ള ഓരോ സമ്മതിദാന അവകാശിയും സമ്മതിദായകനും ഏറ്റവും പ്രാധാന്യമുള്ള ആളായി മാറുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മം ഓരോ വ്യക്തിയിലും ഇന്നിപ്പം മലപ്പുറത്ത് ഓരോ വോട്ടർമാരിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ, തിരിഞ്ഞു നോക്കുന്ന ഒരാൾ, കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ എന്താണ് കേരളം ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാൾ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണിത്. 100 പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കണം. ആ തീരുമാനം നിങ്ങൾ നിങ്ങളിൽ മാത്രം വെക്കാതെ എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം അത് മറ്റുള്ളവരെ കൂടി പങ്കുചേരുക, അവർക്കും കൂടെ പകർന്നു കൊടുക്കുക. അത് വലിയൊരു ദൗത്യമാണ്. നമ്മുടെ നാട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ നാട് ഒരു റിപ്പബ്ലിക് ആയില്ല. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക് ആയത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം, റിപ്പബ്ലിക് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മതവും ജാതിയും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയെ പോലെയോ ലണ്ടനെ പോലെയോ ഒന്നുമല്ല, ഇംഗ്ലണ്ട് പോലെയൊന്നുമല്ല. ഇന്ത്യയിൽ സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, ഹിന്ദുമതം, അങ്ങനെ ഒരുപാട് മതങ്ങൾ തന്നെ ഉത്ഭവിച്ച, എത്രയോ ചെറുതും വലുതുമായിട്ടുള്ള മത ആചാരങ്ങൾ, ജാതി അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങൾ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണിത്. അങ്ങനെ ആരുടെയും വിശ്വാസം വ്രണപ്പെടാൻ പാടില്ല. ആർക്കും ഇവിടെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. ആരുടെയും വിശ്വാസത്തിൽ കടന്നു കയറാൻ പാടില്ല. അതാണ് ഇന്ത്യ, അതായിരിക്കണം ഇന്ത്യ എന്ന് ചിന്തിച്ച നമ്മുടെ ഭാരതത്തിൻ്റെ നേതാക്കന്മാർ ഇരുന്ന് അവരവർ എന്താണ് നമ്മൾ ചെയ്യാൻ, അങ്ങനെ വളരെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് റിപ്പബ്ലിക് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൽ, ഇന്ത്യയുടെ ഒരു പൗരൻ്റെയും ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടാകേണ്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാവരും സഹോദരന്മാരെ പോലെ സഹോദരിമാരെ പോലെ കഴിയേണ്ട ഒരു രാജ്യമാണ്. അതാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു കാലഘട്ടം വരെയൊക്കെ അത് കുറേയൊക്കെ വിജയിച്ചു എന്ന് പറയാം, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ കാര്യവും ആ മതേതരത്വം പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള, ചിന്താശക്തിയുള്ള ഏക സംസ്ഥാനമായി മാറുന്നു കേരളം. അത്രമാത്രം ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, വോട്ടർമാർക്കുണ്ട്. ഞാൻ ഇത്തരത്തിലൊരു ഉദാഹരണം പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കൊല്ലത്ത് എൻ്റെ അച്ഛൻ, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പേര് സഖാവ് ഒ മാധവൻ. അദ്ദേഹം ഒരു നാടക നടനായിരുന്നു. കൊല്ലത്ത് കാളിദാസ കലാകേന്ദ്രം എന്ന നാടക ട്രൂപ്പ് ഇപ്പോഴുമുണ്ട്, 57 കൊല്ലമായി നയിച്ചുകൊണ്ട്, അതിനു മുമ്പ് KPSCയിലായിരുന്നു, നയിച്ചുകൊണ്ട് പോയ ആളാണ്, പ്രധാന നടനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കാളിദാസ കലാകേന്ദ്രവുമായി ഗുജറാത്ത് സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ വർഷത്തിൽ 2 കൊല്ലം കേരളത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള പ്രൊഫഷണൽ ട്രൂപ്പുകൾ ഒരു ചെറിയ വണ്ടിയിൽ ഭാരത സന്ദർശനമാണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മലയാളികളുള്ള എല്ലാ സംസ്ഥാനങ്ങളും നഗരങ്ങളിലും 2 മാസം നാടകം അവതരിപ്പിക്കും. അങ്ങനെ ഗുജറാത്തിലെത്തി. എല്ലാം ചെറിയ, ഇവിടുന്ന് പോകുന്ന ഒരു ബെഡ്ഫോർഡോ അല്ലെങ്കിൽ ലേലൻഡ് വണ്ടിയിലാണ് പോകുന്നത്. അത് തന്നെ ഏറ്റവും വലിയ അനുഭവമാണ്.
ഇങ്ങനെ കാണുകയാണ്, ഇന്ത്യയുടെ ആത്മാവ് കണ്ട് പോവുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു ഗുജറാത്തി ഫാമിലി, അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ, പക്ഷെ നാടകം കണ്ടിട്ട് അവർക്ക് വലിയ ആവേശമായി ആ ഗ്രഹനാഥന്. അദ്ദേഹം പറഞ്ഞു, കേരളത്തെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു നാട് ഭരണത്തിലേക്ക് വന്നത്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വന്ന നിങ്ങളുടെ നാട്ടിലുള്ള കലാപ്രവർത്തനവും അതേപോലെ തന്നെ വളരെ ആവേശകരമാണ്. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് കേരളത്തിൽ വരിക എന്നുള്ളത്. അങ്ങനെ അച്ഛൻ ക്ഷണിച്ചതനുസരിച്ച് പിറ്റേ കൊല്ലമോ അതിൻ്റെ പിറ്റേ കൊല്ലമോ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രചാരണ യോഗത്തിൽ മുകേഷ് സംസാരിക്കുകയായിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് LDF പ്രചാരണ യോഗത്തിൽ മുകേഷ് സംസാരിക്കുന്നു. തത്സമയം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളൊരു കഥ ഞാൻ വായിച്ചിട്ട് ഞാൻ എബ്രഹാം മാത്യുവിനോട് പറഞ്ഞ ഒരു കാര്യം, ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കഥ എഴുതിയിരുന്നെങ്കിൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളെ എല്ലാവരും പരിഹസിച്ചേനെ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാൻ തോന്നിയത്, എഴുതാൻ പറ്റുന്നത്? ഇതൊക്കെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുമോ? കഥ വേറൊന്നുമല്ല, ഇപ്പോൾ അതേ നടക്കുന്നുള്ളൂ, അത് ഏത് സമയത്തും നടക്കാം. അതായത് കഥയുടെ നായകൻ കുട്ടനാട്ടുള്ള ഒരാളാണ്. ചെറിയ പ്രായം മുതൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും, നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന പോലെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ആത്മാവുമായിട്ട് ലയിച്ചു ചേർന്ന ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് വള്ളംകളിയാണ്. അദ്ദേഹം കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന ഒരു തുഴച്ചിൽക്കാരനായിരുന്നു. ഒരാൾ തുഴയുമ്പോഴുണ്ടാകുന്ന എടുക്കുന്ന വ്രതനിഷ്ഠാനങ്ങളോടുകൂടി ഒരു വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുക, വിജയിക്കുക. അങ്ങനെ ആ ദിവസം മാത്രം പോയി തുഴയുന്നവരല്ല തുഴച്ചിൽക്കാർ, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒരു കൊല്ലം നീണ്ടു നിൽക്കും. അങ്ങനെ ജീവിക്കാൻ ആ സമയത്ത് കുറെ കൂടെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് അദ്ദേഹം മറ്റുള്ള ചില സാഹചര്യങ്ങളിൽ അടിമപ്പെട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വള്ളംകളിയായിരുന്നു. നാട്ടിൽ വരണം, വള്ളംകളിയിൽ പങ്കെടുക്കണം, അത്യാവശ്യം പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാണുകയെങ്കിലും വേണം. അങ്ങനെ ഓരോരോ വള്ളംകളികൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ ആഗ്രഹം അങ്ങോട്ട് മൂത്തിട്ട് അദ്ദേഹം കുറെ പൈസ എല്ലാ മാസവും ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ മാറ്റിവെക്കും. വള്ളംകളി സമയത്ത് കുട്ടനാട്ട് പോകണം, നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു തുഴച്ചിൽക്കാരനായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഇറങ്ങേറണം. അതിനുവേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളും എക്സർസൈസുകളും എല്ലാം അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നു. ഭാര്യ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ഈ കാലഘട്ടത്തിൽ ഉള്ള പൈസ എടുത്ത് വേറെ കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതിന് പകരം നിങ്ങളൊരു കുടുക്കയ്ക്കകത്തിട്ടിട്ട് വള്ളംകളി ഭ്രാന്ത്, ഇതിന് ഭ്രാന്തെന്നാണ് പറയുന്നത്, ഇത് നോർമലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷേ അദ്ദേഹം ഒരു ഓണക്കാലത്ത് നാട്ടിലേക്ക് വരികയാണ്, മകനെയും കൊണ്ട്, കൊച്ചുമകനെയും കൊണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താണ് വള്ളംകളി. നീ വള്ളംകളി കാണുമ്പോൾ, അത് നിന്റെ അച്ഛൻ തുഴയുന്നത് കാണുമ്പോൾ നിനക്ക്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണ യോഗത്തിൽ മുകേഷ് സംസാരിക്കുകയായിരുന്നു.